മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ചെൽസി FA കപ്പ് ഫൈനൽ ലൈനപ്പ് ആയിട്ടുണ്ട് വെംബ്ലിയിൽ വെച്ചിട്ട് മെയ് 16. ഓക്കെ, അപ്പോൾ ശനിയാഴ്ച നടന്ന ഒന്നാം സെമി ഫൈനലിൽ സൗത്ത് ആംപ്ടനെ 2-1 സ്കോറിനെ മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചിരുന്നു. ഞായറാഴ്ച നടന്ന രണ്ടാമത്തെ സെമി ഫൈനലിൽ ചെൽസി ലീഡ്സിനെ 1-0 തോൽപ്പിച്ചു. അങ്ങനെ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയും FA കപ്പിന് ഫൈനലിൽ ഏറ്റുമുട്ടും. ആഴ്സണലിനെ വീഴ്ത്തിയതായിരുന്നു. ആഴ്സണലിനെ വീഴ്ത്തിയ ടീമാണ് സൗത്ത് ആംപ്ടൺ. പക്ഷേ സിറ്റിനെ വീഴ്ത്താൻ പറ്റിയില്ല. ഇപ്പോഴത്തെ ഫോം അനുസരിച്ചിട്ട് പെപ്പിൻ്റെ ടീമിനെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. 2-1 സിറ്റി ജയിച്ചു. പക്ഷേ ചെൽസിയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. തങ്ങളുടെ കോച്ചായിരുന്ന റൊസേനിയറിനെ സാക്ക് ചെയ്തതിന് ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു ചെൽസി കളിച്ചത്. ഞാൻ വിചാരിച്ചത് ലീഡ്സ് ജയിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം ഈ ലീഡ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കോച്ചില്ലാതെ വരുന്ന ചെൽസിയെ ലീഡ്സ് തോൽപ്പിക്കുന്ന വിചാരിച്ചു. പക്ഷേ നടന്നില്ല. 1-0 ഒരു ഗോൾ അടിച്ചില്ലെങ്കിലും അത് ഡിഫെൻഡ് ചെയ്ത് ചെൽസി ഫൈനലിലേക്ക് കയറി. ഇനി കോച്ചില്ലാത്ത ഹെഡ് കോച്ചില്ലാത്ത ചെൽസി എങ്ങാനും കപ്പടിക്കൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടക്കുക എളുപ്പമല്ല. പക്ഷേ ഇത് ഫുട്ബോളാണ്, 90 മിനിറ്റ് കളിയാണ്. ഈ 90 മിനിറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും പെപ്പ് എന്തായാലും ഒന്ന് ഓങ്ങി വെച്ചിട്ട് തന്നെയായിരിക്കും. ഓൾറെഡി അവരൊരു കപ്പ് എടുത്തു, കരബാവോ കപ്പ് എടുത്തു. ഇനിയിപ്പോൾ FA കപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ ഡബിളാവും. പ്രീമിയർ ലീഗ് അവരുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഇപ്പം നിലവിൽ അവർ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ. പക്ഷേ അവർ പിന്നെ 1-ാം സ്ഥാനത്തേക്ക് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പെപ്പിൻ്റെ മനസ്സിലുള്ള ചിന്ത FA കപ്പ് ചെൽസിയെ തോൽപ്പിച്ച് കപ്പെടുക്കപ്പോൾ ഡബിളായി പ്രീമിയർ ലീഗ് അടിക്കുക. പക്ഷേ പെപ്പിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് പല പ്ലെയേഴ്സിനെയും ബെഞ്ചിലിരുത്തേണ്ട അവസ്ഥ പെപ്പിനുണ്ട്. എല്ലാ പ്ലെയേഴ്സിനെയും ചിലപ്പോൾ വലിച്ചു വാരി ഈ ഫൈനലിന് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല. എങ്ങാനും വല്ലവർക്കും പ്രധാനപ്പെട്ട വല്ല കളിക്കാർക്കും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവരുടെ പ്രീമിയർ ലീഗിനെ എഫക്റ്റ് ചെയ്യും. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഫൈനലിൽ വല്ലവരിനെ ഇറക്കി അവർക്ക് വല്ല പരിക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ, പരിക്കോ ബാനോ അങ്ങനത്തെ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവർ പ്രീമിയർ ലീഗിന് ബാധിക്കും. അത് കാരണം കൊണ്ട് പ്രീമിയർ ലീഗ് ആണ് അവരുടെ പ്രഥമ ചോയ്സ്. അത് കാരണം കൊണ്ട് സെക്കൻഡ് ടീമൊക്കെ ആയിരിക്കും മിക്കവാറും പെപ്പ് ഫസ്റ്റ് 11 ഇറക്കുക. മർമൂഷൊക്കെയാണ് ഈ ആദ്യ സെമി ഫൈനലിൽ ഇറങ്ങിയത് സൗത്ത് ആംപ്ടനെതിരെ. അപ്പോൾ അതേപോലത്തെ ടീമിന് തന്നെ ആയിരിക്കും മിക്കവാറും ഫൈനലിൽ സ്റ്റാർട്ടിങ് 11 ഉൾപ്പെടുത്തുക. പിന്നെങ്ങാനും പതിവ് വിപരീതമായ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ മിക്കവാറും മറ്റുള്ള കളിക്കാരനെയും ഫ്രണ്ട് ലൈൻ കളിക്കാരനെയും കൂടി പെപ്പ് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പെപ്പിൻ്റെ ഫസ്റ്റ് ചോയ്സ് പ്രീമിയർ ലീഗാണ്. ഇനിയുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങളെല്ലാം ജയിക്കുക, നല്ല സ്കോറോട് കൂടി കളികൾ ജയിക്കണം. ജയിച്ചാൽ മാത്രം പോലെ ഗോൾ ഡിഫറൻസും നോക്കും. നല്ല സ്കോറോട് ജയിക്കുക, എന്നാലാണ് രക്ഷയുള്ളൂ. അപ്പോൾ ജയിക്കാൻ വേണ്ടി നോക്കും. അത് കാരണം കൊണ്ട് ഫൈനലിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷേ ഒരു രണ്ടാം നിര ടീമിനായിരിക്കും പെപ്പ് ഇറക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഹെഡ് കോച്ച് ഇല്ലാതെ പിന്നെ ചെൽസി ഞെട്ടിമറിച്ചുകൊണ്ട് കപ്പെടുക്കുമോ? കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നമ്മുടെ ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പ് ചമ്മേരാവുന്നു. അതും ആരെ തോൽപ്പിച്ചിട്ട്? കഴിഞ്ഞ വർഷത്തെ UEFA ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG തോൽപ്പിച്ചിട്ടാണ് ചെൽസി അന്ന് കപ്പെടുത്തത്. ആരും പ്രതീക്ഷിച്ചു? ഇല്ല. PSG തോൽപ്പിക്കുന്നു വിചാരിച്ചു? ഇല്ല. പക്ഷെ അത് 90 മിനിറ്റിൻ്റെ കളിയാണ്. അപ്പം അതുപോലെ തന്നെ തലയില്ലാത്ത ചെൽസി ഹെഡ് കോച്ച് ഇല്ലാത്ത ചെൽസി വന്ന് സിറ്റിയെ മലർത്തിയടിച്ചാലും മതി. അതിനും സാധ്യതകളുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല.